ഹായ് ഗൈസ്, അത് യൂട്യൂബിൽ പ്രോബ്ലി എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ക്രക്സ് കൺവേർട്ടഡ് ടു RXZ ആണ്. ഇത് 2003 മോഡലൊരു ക്രക്സ് ആണ്. ഒരു ക്രക്സ് R വണ്ടിയാണ്. വൈസർ വരുന്ന ഒരുമാതിരി ഒരു RXZ പോലെ ഇരിക്കുന്ന ഒരു മോഡലാണ്. ഇത് കംപ്ലീറ്റ്ലി RXZൻ്റെ പാർട്സ് ഇട്ട് നമ്മൾ മാറ്റിയേക്കുന്നതാണ് അതിൻ്റെ ലുക്ക്. RXZൻ്റെ വൈസറുണ്ട്, മഡ് ഗാർഡ് ഉണ്ട്, ടാങ്ക് ഉണ്ട്. ടാങ്ക് ഒറിജിനൽ RXZൻ്റെ തന്നെയാണ്. ക്രക്സിൻ്റെ ടാങ്കിന് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സൈഡ് പാനൽസ്, ബാക്ക് പാനൽ, സ്റ്റീൽ പാനൽ, ഇന്നർ മഡ് ഗാർഡ്, ഔട്ടർ മഡ് ഗാർഡ്, അതെല്ലാം ക്രക്സിൻ്റെ. ഇത് ക്രക്സിൻ്റെ അല്ല, ഇസഡിൻ്റെ. ഇത് ക്രക്സിൻ്റെയാണ്. ഇത് ക്രക്സിൻ്റെ തന്നെ നമ്മളൊരു റിങ്ങും കൂടി ഇട്ട് പണ്ടത്തെ ഒരു ടൈപ്പ് പരിപാടിയാണ്. പണ്ട് മെക്കാനിക് വരെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. 16 inch വീലാണ് പുറകെ ഇട്ടേക്കുന്നത്, SD. പിന്നെ ഇത് ഫ്രണ്ടിൽ നമ്മളൊരു പൾസറിൻ്റെ ഷോക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, അറിയാമല്ലോ, മിക്കവാറും എല്ലാവരും വണ്ടിയിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതാകുമ്പം ഇസഡിൻ്റെ ലുക്കുണ്ട്. ഇനിയും 2 stroke ബാനായി പോവുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല, 4 stroke ആണ്. പിന്നെ ഇസഡിൻ്റെ ആ ലുക്കിൽ ഓടിച്ച് നടക്കാം, അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. കണ്ടു കഴിഞ്ഞാൽ ഇത് OEM സ്പെക്ക് ആയതുകൊണ്ട് തന്നെ, ഒരു OEM ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ വലിയ കലിപ്പില്ല പോലീസുകാർ. എന്നാലും തെറ്റാണോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇസഡിൻ്റെ സൈലൻസർ പോലെ ആക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ടൈം കിട്ടിയാൽ അത് ചെയ്യും. ഇത് ഒരു സ്റ്റോക്ക് സാധനം തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു മിനി ക്യാറ്റ് ആ ഒരു രൂപത്തിലേക്ക് മാറ്റിയാലോ എന്നൊരു പ്ലാനുണ്ട്. കുറച്ചും കൂടെ താത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു പെട്ടെന്ന് ഈ ഒരു സൈലൻസർ മാത്രമാണ് എൻ്റെ ഗീവ് അവേ. അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ട്. വണ്ടി ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ്. വണ്ടിക്ക് പേപ്പർ വാലിഡിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു 10-65 കിലോമീറ്റർ മൈലേജ് കിട്ടാനുള്ള സെറ്റപ്പാണ് ഈ വണ്ടി അല്ലെങ്കിൽ ഒരു 10-65 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമ്മളാണെങ്കിൽ ഒരു യൂണി ടൈപ്പ് ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ അല്ല, ആഫ്റ്റർ മാർക്കറ്റ് ക്വാളിറ്റിയിലുള്ള സാധനമാണ്. പിന്നെ കുഴപ്പമില്ല. വണ്ടി ഇപ്പോൾ ഒരു അവശ്യ കണ്ടീഷനിലാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടി ബിൽഡ് ചെയ്തിട്ടൊരു 5 കൊല്ലത്തിന് അടുത്ത് ആവാറായി. ഞാനല്ല ഇത് ബേസിക്കലി ഇത് ഉണ്ടാക്കിയ ആൾ. ഇതിൻ്റെ പ്രീവിയസ് ഓണർ ആണ് ഇതിൻ്റെ മാസ്റ്റർ മെയിൻ. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കിനും അന്ന് മെനയാക്കി ഒന്ന് റെഡിയാക്കി എന്നെടുത്ത് അത് ഒരു അവശ്യ കണ്ടീഷനിലായിരുന്നു, ഉപയോഗിക്കാതിരുന്ന കണ്ടീഷനിലാണ് എനിക്ക് കിട്ടിയത്. സംഭവം എല്ലാം തന്നെ നമ്മൾ അഴിച്ച് താഴെ വെച്ച് തിരിച്ചൊന്നും കൂടെ പണിതൊന്ന് കയറ്റിയതാണ്. എന്നിട്ട് വണ്ടി പേപ്പറും കാര്യങ്ങളെല്ലാം കറണ്ടാണ്. ഇപ്പോൾ വണ്ടി ഒന്നുകൂടെ ഒന്ന് പണിയണം എന്നാണല്ലോ ഞാൻ ഇതിന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഇത് വണ്ടി സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് എങ്ങനെ ആക്കിയെന്നുൾപ്പെടെ നമുക്ക് ഈ യൂട്യൂബ് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ചാനലിൽ തന്നെ അത് ബാക്കി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് വണ്ടി. പ്രോബ്ലി ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രക്സ് കൺവേർട്ടഡ് ടു RXZ ആയിരിക്കും. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഒന്നും ഇതിനെപ്പറ്റി ബാക്കിയൊന്നും കണ്ടിട്ടില്ല. വണ്ടി അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ പക്കയാണ്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പക്ക ആയിരുന്നു. ഇതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് പൊട്ടിപ്പോയി. അത് RXZ ഉള്ളവർക്കറിയാം. അത് നമ്മളൊരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക്. പക്ഷേ ഇത് നമ്മൾ മൊത്തത്തോടെ ഒന്ന് അഴിച്ച് പണിയേണ്ടതാണ്. ഇതിന് കുറച്ച് വർഷങ്ങളുണ്ട്, 5 കൊല്ലം ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് തന്നെ ടാങ്കിൽ ചെറിയ റസ്റ്റ് വന്ന് ഇവിടെ ചെറിയ റസ്റ്റ് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അലുമിനിയം വെൽഡ് ചെയ്ത് ശരിയാക്കി അന്ന് ജസ്റ്റ് ഒന്ന് സാധാ പെയിൻറ്റ് വെച്ചൊന്ന് അടിച്ചു വിട്ടതേ ഉള്ളൂ. അത് മര്യാദയ്ക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഈ പാനലൊന്ന് മാറണം. ഇതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം പക്ക ആയിരുന്നു. ഇതിൻ്റെ നല്ല കാലത്തെ ഫോട്ടോസ് ഞാൻ എന്താണ് ഇതിനകത്ത് ഷെയർ ചെയ്യാം. ഇതാണിപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ. പെർഫോമൻസ് സ്റ്റോക്ക് പെർഫോമൻസ് അത്യാവശ്യം നല്ല മൈലേജ് ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ആ മൈലേജ് ആ ലുക്കും ഉദ്ദേശിച്ച് ചെയ്യുന്ന വണ്ടിയാണിത്. എനിക്ക് വേറെ RXZ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് ഒരു മൈലേജ് സെറ്റപ്പിനാണ്. പിന്നെ ആ ഒരു ലുക്ക് ആസ്പെക്റ്റും ഉണ്ടല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഈ വണ്ടി. പേപ്പറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഓടിച്ച് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ബൈക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് ഒരാളുടെ ഒരു പാഷൻ പ്രോജക്റ്റ് ആയിരുന്നു. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നു, അല്ലെങ്കിൽ അത് നോക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ അത് കൊടുത്ത് ഒഴിവാക്കിയപ്പോൾ ഞാൻ എടുത്താണ്. അതൊരു പാഷന് പ്യുവർലി ഒരു പാഷനെ പുറത്ത് പുള്ളി ഉണ്ടാക്കിയ സാധനമാണ്. അന്നത്തെ കാലത്ത് പോലും ഇസഡിൻ്റെ സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട് കമ്പയർഡ് ടു ക്രക്സ്. എന്നിട്ട് പുള്ളി അത് അന്ന് പ്രൊക്യൂർ ചെയ്ത ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. പാനൽസും എല്ലാം ഒറിജിനൽ പാനൽസാണ്. ഇപ്പോൾ കിട്ടുന്ന സെക്കൻഡ് ക്വാളിറ്റി അല്ല, ഒറിജിനൽ പാനൽസ്. ഒരു 5-6 കൊല്ലം മുന്നേ പ്രൊഫഷൻ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ നല്ല കാശ് മുടക്കി ചെയ്ത പരിപാടിയാണിത്. അപ്പോൾ ബേസിക്കലി എൻ്റെ കിട്ടിയപ്പോൾ അത് പണ്ടിരുന്നൊരു രൂപത്തില്ലെങ്കിലും അതിൻ്റെ ഒരു 90% നമ്മൾ അതിനത് അടുത്ത് പിടിക്കണമല്ലോ. ആ ഒരു സംഭവം റെഡിയാക്കി എടുക്കണം. അതാണ് നമ്മൾ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ് വീഡിയോസും ഫ്യൂച്ചർ വീഡിയോസും കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ തന്നെ കാണും. ഉറപ്പായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രീക്വൻസി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറ്റുന്ന പോലെ ഞാൻ സ്വന്തമായാണ് ഇതിൽ വർക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിലേ കാണും. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. എന്തായാലും ഇതാണ് വണ്ടിയുടെ കീ. പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ RXZ കീ പോലെ തന്നെ ഇരിക്കും. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഇതിന് ടാങ്കിനൊരു കീയും മറ്റേതിനൊരു കീയുമാണ്. നമ്മളിപ്പം എന്താണ് ഇത് ഞാൻ ഓണായി കാണിക്കാം. സിംഗിൾ കിക്ക് സ്റ്റാർട്ടാണ്. RXൻ്റെ ആ ഒരു തനതായ ശബ്ദമില്ല, എന്നാലും ഇതിനകത്ത് ചെറിയ ഒരു പൊടിക്കൈകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീല് കിട്ടാൻ വേണ്ടി ആ ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉണ്ട് ഇതിന്. ആ ഒരു റക്സിനേക്കാളും കൂടുതൽ സൗണ്ട് ഉണ്ട്.
വണ്ടിയുടെ ഐഡ്ലിങ്ങിൻ്റെ ശബ്ദം. ഇത് മാത്രമേ ക്ലക്സ് ഉള്ളൂ, 4 സ്ട്രോക്ക് ഉള്ളൂ, ബാക്കി 2 ലീവ് സ്ട്രോക്കാണ്. അതൊരു 135 ആണ്, മറ്റൊരു 100 ആണ്. അത് അണ്ടർ രജിസ്ട്രേഷൻ ആണ്, രജിസ്റ്റർ ചെയ്ത് തീർക്കണം. ഇത് അത്യാവശ്യം പണി കഴിഞ്ഞതാണ്. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉപയോഗിച്ചിട്ട് കുറേ നാളായി, എല്ലാ വണ്ടികളും ഉപയോഗിച്ചിട്ട് കുറേ നാളായി. അതിൻ്റേതായ പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് തിരക്കുകളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വണ്ടികൾ ഉപയോഗിക്കാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു. എന്താണെങ്കിലും ഈ വണ്ടികളുണ്ട്, ഇനിയും വണ്ടികളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.